നമുക്ക് എന്ത് പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടോ, ഖുർആൻ ഓതിക്കൊണ്ട് നമ്മുടെ രോഗങ്ങൾ മാറ്റാൻ പറ്റും. അത് ഓതേണ്ട രൂപത്തിൽ. ഖുർആൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് രോഗശമനമാണ്, സത്യവിശ്വാസികൾക്ക് അത് ഒരു റഹ്മത്താണ്, കാരുണ്യമാണ്. വിശുദ്ധമായ ഖുർആൻ കൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും നമുക്ക് മാറ്റിയെടുക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധമായ ഖുർആനിലെ ഷിഫാഇൻ്റെ 6 ആയത്തുകൾ. ഷിഫായിൻ്റെ ആയത്തും വലിയ ആയത്തൊന്നും, ചെറിയ ചെറിയ ആയത്തുകളാണ്. ഷിഫാഇൻ്റെ 6 ആയത്തോ എന്താണ് ഉസ്താദേ അത്? എന്താണ് ഈ ഷിഫ? എന്താണ് ഈ ഷിഫായിൻ്റെ ആയത്ത്? വ്യക്തമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. മഹാനായ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ കുറിച്ച് പറയുന്നു, ബഹുമാനപ്പെട്ടവരുടെ മകന്, ഈ അബുൽ ഖാസിമിൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകന് ശക്തമായ രോഗം വന്നു. ശക്തമായ ചില പ്രശ്നങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു, രോഗം വന്നു. മരണത്തോടടുക്കാറായി എന്നാണ്. മരണത്തോടടുക്കാറായി, അത്രമാത്രം പ്രശ്നങ്ങൾ വന്നു. ആ സമയത്ത് മഹാനവറുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം കണ്ടു എന്നാണ്. അല്ലെ, നബിതങ്ങളെ സ്വപ്നത്തിൽ കാണണമെന്ന് മനസ്സിൽ കരുതിയിട്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി അവരങ്ങനെ കിടക്കും. അങ്ങനെ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. അള്ളാഹു ഞങ്ങൾക്കും ആ തൗഫീക്ക് തരണേ റഹ്മാനെ. അങ്ങനെ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നത്തിൽ വന്നപ്പോൾ തൻ്റെ മകൻ്റെ രോഗത്തിൻ്റെ കാര്യം ആ മഹാനവറുകൾ മുത്തായ ഹബീബിനോട് പറഞ്ഞു എന്നാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6 ആയത്തുകൾ, വിശുദ്ധമായ ഖുർആനിലെ പല സൂറത്തുകളിൽ നിന്നുള്ള ഷിഫാഇൻ്റെ 6 ആയത്തുകൾ. ഷിഫ എന്ന് പറഞ്ഞാൽ രോഗശമനത്തിന് നമുക്ക് ഓതാൻ പറ്റിയ, ഇത് ഓതിയാൽ രോഗശമനം ഉണ്ടാകുമെന്ന് മുത്തായ ഹബീബ് തന്നെ നമുക്ക് പഠിപ്പിച്ച 6 ആയത്തുകൾ. ഈ 6 ആയത്തുകൾ മുത്തു റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ രോഗങ്ങൾ മാറി, കുട്ടി നല്ല ആരോഗ്യവാനും ബുദ്ധിമാനുമായി മാറി എന്ന് നമുക്ക് കിതാബിൽ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുത്തായ റസൂൽ തന്നെ നേരിട്ട് മഹാനവറുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധമായ ഖുർആനിലെ ഷിഫാഇൻ്റെ ആയത്ത്. ഷിഫാഇൻ്റെ ആയത്തും വലിയ ആയത്തൊന്നും, ചെറിയ ചെറിയ ആയത്തുകളാണ്. ഒന്നാമത്തെ ആയത്ത് കേട്ടോ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അള്ളാഹു നമ്മുടെ ഈ ഒരു ദിവസം എല്ലാവിധ ബർക്കത്തിലും റാഹത്തിലുമാക്കുമാറാവട്ടെ. മുമ്പ് ഒരു നാട്ടിൽ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആ ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓരോ വീടുകളിൽ പോവാറുണ്ട്. അങ്ങനെ പല സ്ഥലത്തും അങ്ങനെയാണല്ലോ, ചില ഉസ്താദുമാർക്ക് വീട്ടിലായിരിക്കും ചിലവ്, ആ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന പതിവ് പല നാടുകളിലുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു. അവിടെ മേശപ്പുറത്തിരുന്നു, എല്ലാ ഭക്ഷണ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഉസ്താദ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചപ്പോൾ ഒരു 500 രൂപയുടെ നോട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഉസ്താദ് അതിങ്ങനെ നോക്കുന്നുണ്ട്. ഉസ്താദ് ആ 500 രൂപ കണ്ടിട്ടുണ്ട് എന്ന് വീട്ടുകാർക്ക് മനസ്സിലായി. അപ്പോൾ ആ വീട്ടുകാരപ്പം തന്നെ ആ 500 രൂപ എടുത്തുകൊണ്ട് പോയാൽ ഉസ്താദ് എന്ത് വിചാരിക്കും? ആ ഉസ്താദിനെ കണ്ട് ഉസ്താദ് എടുക്കാതിരിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയതായിട്ടും ഒരു വിചാരിക്കും. അവിടെ ഒരു വിഷമം വേണ്ട എന്ന് വിചാരിച്ച് വീട്ടുകാരതെടുത്തില്ല. ഉസ്താദ് ആ കാശ് ഇങ്ങനെ നോക്കുന്നുണ്ട്, 500 രൂപ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഭക്ഷണമെല്ലാം കഴിച്ചു. ഉസ്താദ് ദുആയൊക്കെ ചെയ്തു. ഉസ്താദ് പള്ളിയിലേക്ക് പോയി. വീട്ടുകാർ വന്ന് ആ 500 രൂപ നോക്കുമ്പോൾ പൈസ കാണുന്നില്ല. അവിടെ വേറെ പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല, ഉസ്താദേ വന്നിട്ടുള്ളൂ. ഉസ്താദ് ഭക്ഷണം കഴിച്ചു പോയി, അപ്പോൾ തന്നെ പൈസ കാണുന്നില്ല. അവർക്കാണെങ്കിൽ ഭയങ്കര വിഷമമായി. എന്തിനാ ഉസ്താദ് നമ്മുടെ വീട്ടിൽ നിന്ന് പൈസ കട്ടെടുത്തത്? ഭയങ്കര വിഷമമായി. ഉസ്താദിനോട് അവർക്ക് നേരിട്ട് ചോദിക്കാനും ഒരു മടി. നമ്മൾ വലിയ ഉസ്താദല്ലേ, അവർക്ക് ചോദിക്കാനും ഒരു മടി. 6 മാസത്തിലൊരിക്കലാണ് ഓരോ വീട്ടിലും ചിലവിങ്ങനെ ആവർത്തിച്ചു വരിക. അപ്പോൾ 6 മാസം കഴിഞ്ഞ് ആ ഉസ്താദ് വീണ്ടും ആ വീട്ടിലേക്ക് ചിലവിന് വേണ്ടി വരികയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഈ വീട്ടുകാരൻ പറഞ്ഞു, ഉസ്താദേ, നമ്മുടെ പല സാധനങ്ങളൊക്കെ കാണാതെ പോകുന്നുണ്ട്, പല പൈസയൊക്കെ പല സ്ഥലത്തും വെച്ചിട്ട് കാണാതെ പോകുന്നുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും കിട്ടാൻ പരിഹാരമുണ്ടോ എന്ന് 500 രൂപ ഉസ്താദാണ് എടുത്തത്. അപ്പോൾ ആ ഉസ്താദിൻ്റെ മനസ്സിലൊന്ന് കൊള്ളട്ടെ എന്ന് വിചാരിച്ച് ആ വീട്ടുകാരൻ പറഞ്ഞ ഒരു വാക്കാണെന്ത്, നമ്മുടെ വീട്ടിലെ പല സാധനമൊക്കെ കളവ് പോകുന്നുണ്ട്, മുമ്പ് ഒരു 500 രൂപ ഇവിടെ വെച്ചിരുന്നു, അതൊക്കെ കാണാതെ പോയി എന്നിങ്ങനെ പറഞ്ഞു. 500 രൂപ കാണാതെ പോയി എന്ന് ആ വീട്ടുകാരൻ പറഞ്ഞപ്പോൾ ഉസ്താദിന് വല്ലാത്തൊരു വെപ്രാളം, ഒരു വിഷമം. ഉസ്താദ് ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇവരുടെ ഈ ഭക്ഷണം കഴിക്കുന്ന മേശയുടെ പുറകു ഭാഗത്തുള്ള ഭിത്തിയിൽ വലിയൊരു അലമാരയുണ്ട്, വലിയൊരു ഷെൽഫുണ്ട്. ആ ഷെൽഫിൽ നിന്നും വിശുദ്ധമായ ഖുർആൻ എടുത്തു. ഖുർആനിൻ്റെ അടിയിൽ അന്ന്
6 മാസം മുമ്പുണ്ടായിരുന്ന ആ 500 രൂപയുടെ നോട്ട് 6 മാസത്തിന് മുമ്പ് ആ വിശുദ്ധമായ ഖുർആനിൻ്റെ അടിയിൽ വെച്ച ആ 500 രൂപ നോട്ട് എടുത്തിട്ട് ഉസ്താദ് ഇങ്ങനെ കാണിച്ചു. ഇതാണോ മുമ്പ് കളവ് പോയ 500 രൂപ? അപ്പോൾ വീട്ടുകാർ നോക്കി, അതെ ഉസ്താദെ, ഉസ്താദിന് എവിടെ നിന്ന് കിട്ടി? നോക്കുമ്പോൾ ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ ഈ 500 രൂപ കണ്ടു. ഇത് വേറെ ആരെയും എടുത്തു പോകണ്ട, നിങ്ങളെപ്പോഴും ഖുർആൻ ഓതുന്നവരല്ലേ, അപ്പം അതുകൊണ്ട് ഖുർആൻ ഓതാൻ എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ ഖുർആൻ്റെ താഴെ ഞാൻ വെച്ചതാണ്. എനിക്ക് മനസ്സിലായി 6 മാസമായിട്ട് ആ ഖുർആൻ നിങ്ങൾ കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. അതൊന്ന് എടുത്തെങ്കിൽ ഈ 500 രൂപ നിങ്ങൾ കണ്ടേനെ. അപ്പോൾ ഇവിടെ സത്യത്തിൽ ആരാണ് വില്ലന്മാർ? ഉസ്താദാണോ അതോ വീട്ടുകാരാണോ? ഇത് ഒരുപക്ഷെ ഒരു സാങ്കല്പിക കഥയാവാം, അല്ലെങ്കിൽ ഇത് നടന്ന കഥയാവാം. എന്നോട് ഇങ്ങനെ പല ആളുകൾ ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു അവസ്ഥ ചിലപ്പോൾ 6 മാസമാണ് ആ വീട്ടുകാരിൽ. നമ്മുടെയൊക്കെ വീടുകളിൽ 1 വർഷമായി, 2 വർഷമായി, 3-4 വർഷമായിട്ട് അനങ്ങാതെ നമ്മുടെ ഷെൽഫിൻ്റെ മുകളിൽ അങ്ങേ അറ്റത്ത് മൂലയിൽ ചിതല് പിടിച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആനിൻ്റെ ചില പേപ്പർ കഷ്ണങ്ങൾ എന്ന് തന്നെ പറയണം. കാരണം ഖുർആൻ എന്ന് പറയാനില്ല, എല്ലാം ചെതല് തിന്നു അല്ലെങ്കിൽ നനഞ്ഞു കുതിർന്നത് പോയി. ഈ വീട്ടിൽ മാറാല കെട്ടിക്കിടന്നാൽ അത് നീക്കം ചെയ്തില്ലെങ്കിൽ ദാരിദ്ര്യം വരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീടിൻ്റെ മൂലയിലൊക്കെ ചപ്പ് ചവറ് കൂട്ടിയിട്ടിരുന്നാൽ അവിടെയും ദാരിദ്ര്യം വരുമെന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മുത്ത് റസൂൽ തന്നെ പലപ്പോഴും പറയാറുണ്ട്. വിശുദ്ധമായ ഖുർആൻ കൊണ്ട് വീട്ടിലേക്ക് ദാരിദ്ര്യം വരും, ഖുർആൻ കൊണ്ട് വീട്ടിലേക്ക് ബറക്കത്തും വരും. എങ്ങനെയാ ദാരിദ്ര്യം വരുന്നത്? വീട്ടിൽ ഖുർആൻ ഉണ്ട്, പക്ഷെ അത് ഓതുന്നില്ല. ആ ഖുർആൻ ആ വീട്ടുകാരെ ശപിക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ പറയുന്ന ഞാനും എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോടും പറയട്ടെ, നമ്മുടെ വീട്ടിലൊക്കെ ഖുർആൻ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ വളരെയധികം സങ്കടപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, കണ്ടവരും ഉണ്ടാവാം. വളരെയധികം സങ്കടപ്പെടുത്തുന്നത്, അതായത് 2 ചാക്ക് നിറയെ 2 സഹോദരന്മാർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരികയാണ്. നോക്കുമ്പോൾ എന്താ, അത് പാമ്പും അതുപോലെ വേറെ എന്തെങ്കിലും വിഷജന്തുക്കളെ കൊണ്ടുവരുന്നതല്ല, ഇങ്ങനെ ചാക്ക് നിറയെ കൊണ്ടുവരുന്നു. നോക്കുമ്പോൾ എന്താ, വിശുദ്ധമായ ഖുർആൻ. എവിടെ നിന്ന്? ആക്രിക്കടയിൽ നിന്നും. പഴയതൊക്കെ എടുക്കുന്ന ആക്രിക്കടയിൽ നിന്നും എന്തുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ കൊണ്ടുവരുന്നു. ആക്രിക്കടക്കാരൻ വിളിച്ചു പറഞ്ഞു, കുറച്ച് ഖുർആൻ ഇവിടെ ഇരിപ്പുണ്ട്, അത് കൊണ്ടുപോകാൻ പറ്റുമോ? ആരോ കൊണ്ടുവന്ന് പുസ്തകങ്ങളുടെ ഇടയിൽ വെച്ച് ആരും കാണാതിരിക്കാൻ കൊണ്ടുവന്ന് ഇവിടെ തൂക്കി വിറ്റിട്ട് പോയതാണ്. അപ്പം അതുകൊണ്ട് ഇത് ഖുർആനല്ലേ, ഇത് കൊണ്ടുപോയി ഇത് സംസ്കരിക്കേണ്ട രൂപത്തിൽ സംസ്കരിക്കുക. അങ്ങനെ 2 സഹോദരന്മാർ വന്ന് നോക്കുമ്പോൾ നല്ല പുതുപുത്തൻ ഖുർആനുകൾ. ആ വീട്ടുകാർ സമ്മതിക്കണം അല്ലേ, നല്ല പുതുപുത്തൻ ഖുർആനുകൾ. ചില ആളുകളുണ്ട് ഗൾഫിൽ നിന്നും ഗൾഫ് പ്രിന്റ് ഖുർആനൊക്കെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ നമ്മുടെ ഈ നാട്ടിലൊക്കെ മുഹമ്മദ് കുട്ടി ആൻഡ് സൺസ് എന്ന് പറഞ്ഞ് പഴയ ലിപിയിലുള്ള ഖുർആൻ ഉണ്ട്. അതൊക്കെ ഓൾഡ് ഫാഷൻ ഖുർആനാണെന്ന് പറഞ്ഞ് അതൊന്നും പിന്നെ കൈകൊണ്ട് തൊടൂല. അതൊന്നും പിന്നെ അതൊക്കെ ഇനി പഴയതിന് കൊടുക്കാം, അതൊക്കെ ഇനി നമുക്ക് ആക്രിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഖുർആനിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി പറയട്ടെ, വിശുദ്ധമായ ഖുർആൻ അത് തൊട്ടാൽ പൊള്ളുന്ന തീയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ തൊട്ടാൽ പൊള്ളുന്ന തീയാൻ, ശ്രദ്ധിച്ചാലോ അത് നമ്മുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന സുഗന്ധമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആൻ. അപ്പോൾ പഴയ ഖുർആൻ എന്ത് ചെയ്യും ഉസ്താദെ എന്ന് ചോദിക്കുന്നവരുണ്ട്. കീറിപ്പറഞ്ഞ ഒരുപാട് ഖുർആൻ ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യും? ചെയ്യേണ്ട കാര്യം പറഞ്ഞത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്ന് ആവർത്തിക്കുക കേട്ടോ. വിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ട്. പഴയ ഖുർആൻ, കീറിപ്പറഞ്ഞ ഖുർആൻ, അല്ലെങ്കിൽ ഇനി അത് നമുക്ക് ഓതാൻ പറ്റൂല എന്നുള്ള ഖുർആൻ, അതുപോലെ ചിലപ്പോൾ മൗലിദ് കിതാബൊക്കെ ഇങ്ങനെ വിട്ട് ഇനി അതിന് തുറന്നാൽ അപ്പം തന്നെ അത് കീറിപ്പോകും. അങ്ങനത്തെ സിറ്റുവേഷനുള്ള ഒരുപാട് കിതാബുകൾ അല്ലെങ്കിൽ ഖുർആനൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് അതെല്ലാം വെക്കുക. അത് നല്ലതുപോലെ മണ്ണെണ്ണ ഒഴിച്ചോ അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ചോ നല്ലതുപോലെ കത്തിക്കുക. കാരണം നമ്മൾ കത്തിക്കുന്നത്, നമ്മൾ ഖുർആൻ കത്തിച്ചതിൻ്റെ പേരിൽ ലോകത്ത് മുഴുവനും പ്രശ്നങ്ങളുണ്ടായ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഖുർആൻ ആ കത്തിക്കൽ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിനെ നിന്ദിച്ചുകൊണ്ട് കത്തിക്കല. ഇതങ്ങനെയല്ല. ഈ ഖുർആൻ നല്ല രൂപത്തിൽ സംസ്കരിക്കണം. ഈ ഖുർആനിനോടുള്ള അദബും മര്യാദയൊക്കെ പാലിച്ചുകൊണ്ട് വുദുവൊക്കെ എടുത്ത് ഖുർആൻ ഒരു നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് അതിനകത്ത് എന്തെങ്കിലും നല്ലതുപോലെ കത്താൻ വേണ്ടി പെട്രോളോ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ കത്തിക്കുക. എന്നിട്ട് ആ ചാരം മുഴുവനായും എടുത്ത്
നമ്മൾ ഒരു പുഴയിലോ ഒരു അരുവിയിലോ അല്ലെങ്കിൽ ഒരു കായലിലോ കടലിലോ അല്ലെങ്കിൽ നല്ല കുളത്തിലോ കൊണ്ടുപോയി ഒഴുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ഖുർആന്റെ കാര്യം പറയാം. വീട്ടിലുള്ള എല്ലാ ഖുർആൻ എടുത്ത് കത്തിക്കാനല്ല, ഉപയോഗിക്കാൻ പറ്റാത്ത, നമുക്കത് ഓതാൻ പറ്റൂല, നമുക്കത് എന്താണ്, നമ്മളിങ്ങനെ പേജൊക്കെ മറിച്ച് പേജ് കീറിപ്പോയിട്ടുണ്ട്, നമുക്കത് നോക്കി ഓതാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് അനുവാദം മഹത്തുക്കൾ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധമായ ഖുർആനിന് നേരെ കാല് നീട്ടാമോ ഉസ്താദെ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും പാടില്ല. ഖുർആനിന് നേരെ കാല് നീട്ടാൻ പാടില്ല. അതുപോലെ തന്നെ ഖുർആൻ എടുത്ത് മടിയിൽ വെച്ചിട്ട് ഓതുന്ന ചില ആളുകളുണ്ട്. അതും ഒരു അദബ് കേടാണ്. ഹറാമാണെന്നും പറയുന്നില്ല, അദബ് കേടാണ്. പിന്നെ ഖുർആൻ ഒരിക്കലും നമ്മൾ താഴെയല്ല വെക്കേണ്ടത്, മുകളിൽ തന്നെ. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് എണ്ണി പറയാം. അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. വിശുദ്ധമായ ഖുർആൻ അതൊരു അത്ഭുതമാണ്. അല്ലാഹു തആല പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? സത്യവിശ്വാസികൾക്ക് രോഗശമനമാണ്, സത്യവിശ്വാസികൾക്ക് അത് ഒരു റഹ്മത്താണ്, കാരുണ്യമാണ്. നമുക്ക് എന്ത് പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടോ, ഖുർആനിക ചികിത്സ കൊണ്ട്, ഖുർആൻ ഓതിക്കൊണ്ട് നമ്മുടെ രോഗങ്ങൾ മാറ്റാൻ പറ്റും, അത് ഓതേണ്ട രൂപത്തിൽ. ഇവിടെ ചില മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു. അതായത് മഹാനായ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളെ കുറിച്ച് പറയുന്നു, ബഹുമാനപ്പെട്ടവരുടെ മകന്, ഈ അബുൽ ഖാസിമിൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകന് ശക്തമായ രോഗം വന്നു. ശക്തമായ ചില പ്രശ്നങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു, രോഗം വന്നു, മരണത്തോടടുക്കാറായി എന്നാണ്. മരണത്തോടടുക്കാറായി, അത്രമാത്രം പ്രശ്നങ്ങൾ വന്നു. ആ സമയത്ത് മഹാനവറുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം കണ്ടു എന്നാണ്. അതായത് ചിലപ്പോൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി മഹാനവറുകൾ കിടന്നിട്ടുണ്ടാവും. അവരൊക്കെ വലിയ മഹാന്മാരല്ലേ, അല്ലെ? നബിതങ്ങളെ സ്വപ്നത്തിൽ കാണണമെന്ന് മനസ്സിൽ കരുതിയിട്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി അവരങ്ങനെ കിടക്കും. അങ്ങനെ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. അള്ളാഹു ഞങ്ങൾക്കും ആ തൗഫീക്ക് തരണേ റഹ്മാനെ. അങ്ങനെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നത്തിൽ വന്നപ്പോൾ തൻ്റെ മകൻ്റെ രോഗത്തിൻ്റെ കാര്യം ആ മഹാനവറുകൾ മുത്തായ ഹബീബിനോട് പറഞ്ഞു എന്നാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6 ആയത്തുകൾ, വിശുദ്ധമായ ഖുർആനിലെ പല സൂറത്തുകളിൽ നിന്നുള്ള ഷിഫാഇൻ്റെ 6 ആയത്തുകൾ. ഷിഫ എന്ന് പറഞ്ഞാൽ രോഗശമനത്തിന് നമുക്ക് ഓതാൻ പറ്റിയ, ഇത് ഓതിയാൽ രോഗശമനം ഉണ്ടാകുമെന്ന് മുത്തായ ഹബീബ് തന്നെ നമുക്ക് പഠിപ്പിച്ച 6 ആയത്തുകൾ. ഈ 6 ആയത്തുകൾ ഒരു പാത്രത്തിൽ എഴുതുകയും അതിനെ വെള്ളം കൊണ്ട് മായ്ക്കുകയും ആ വെള്ളം കുട്ടിയെ കുടിപ്പിക്കുകയും ചെയ്തു. ആര്? മഹാനായ അബുൽ ഖാസിമിൽ ഖുശൈരി റഹ്മത്തുള്ളാഹി. 6 ആയത്തുകൾ മുത്ത് റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. ആ 6 ആയത്തുകളും മഹാനവറുകൾ എന്ത് ചെയ്തു? ഒരു പാത്രത്തിൽ അത് എഴുതുകയും അതിനെ വെള്ളം കൊണ്ട് മായ്ക്കുകയും ആ വെള്ളം കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്തപ്പോൾ രോഗങ്ങൾ മാറി, കുട്ടി നല്ല ആരോഗ്യവാനും ബുദ്ധിമാനുമായി മാറി എന്ന് നമുക്ക് കിതാബിൽ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുത്തായ റസൂല് തന്നെ നേരിട്ട് മഹാനവറുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധമായ ഖുർആനിലെ ഷിഫാഇൻ്റെ ആയത്ത്. ഷിഫാഇൻ്റെ ആയത്ത് വലിയ ആയത്തൊന്നും, ചെറിയ ചെറിയ ആയത്തുകളാണ്. ഒന്നാമത്തെ ആയത്ത് കേട്ടോ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. വിശുദ്ധമായ സൂറത്തു തൗബയുടെ 14-ാമത്തെ ആയത്താണ്. വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ. വല്ലാത്തൊരു ആയത്താണ് അല്ലേ? ഈ ഒരു ആയത്ത് ഷിഫാഇൻ്റെ ആയത്താണ്. രണ്ടാമതായി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു സൂറത്തു ശുഅറാഇന്റെ 80-ാമത്തെ ആയത്ത്, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. മഹാനായ അബുൽ ഖാസിമിൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ തൻ്റെ മകനിക്ക് എഴുതി വെള്ളം കൊണ്ട് മായ്ച്ചു കുടിപ്പിച്ച 2-ാമത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞത്, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ എന്ന ആയത്ത്. ഇനി 3-ാമതായി വിശുദ്ധമായ സൂറത്തു യൂനുസിന്റെ 57-ാമത്തെ ആയത്ത്, ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ഈ ആയത്ത് അത് പ്രധാനപ്പെട്ട ആയത്താണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തു യൂനുസിന്റെ 57-ാമത്തെ ആയത്താണ്. 4-ാമതായി മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ആയത്ത് സൂറത്തു നഹ്ലിന്റെ 69-ാമത്തെ ആയത്താണ്. ഏതാണത്? യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്. തേനീച്ച
അതിൻ്റെ വായിൽ നിന്നും വരുത്തുന്ന തേനിനെ പറ്റിയുള്ള ആയത്താണ്. ഷിഫാ കിട്ടും അല്ലേ, അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്താണ് ഈ ആയത്തും. അത് ഷിഫാഇൻ്റെ ആയത്താണ്. സൂറത്ത് നഹൽ 69. ഇനിയോ അഞ്ചാമതായി സൂറത്ത് ഇസ്രാഇൻ്റെ 82-ാമത്തെ ആയത്ത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ ആയത്തും ഓതി നമ്മൾ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓതുക. അത് ഓതുമ്പോൾ തന്നെ വലിയൊരു റാഹത്താണ്. പിന്നെ ആറാമത്തേത് സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 44-ാമത്തെ ആയത്ത്, ഖുൽ ഹുവല്ലദീന ആമനു ഹുദൻ വശിഫാ. അപ്പോൾ സൂറത്തുൽ ഫുസ്സിലത്തിൻ്റെ 44-ാമത്തെ ആയത്ത്. അപ്പോൾ മൊത്തം 6 ആയത്തുകൾ. ഈ 6 ആയത്തുകൾ ഈ മഹാനായ കുശൈരി തങ്ങൾ ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഈ 6 ആയത്തുകൾ എഴുതി. ആയത്തുകൾ എഴുതുക എന്ന് പറഞ്ഞാൽ പ്രത്യേകം മഷിയുണ്ട്, ഈ ഇത് വെച്ച് എഴുതുന്ന മഷിയുണ്ട്. ആ മഷി വെച്ച് എഴുതിയാൽ അതാണ് അതിൻ്റെ മര്യാദ, അങ്ങനെയാണ് മഷി വെച്ച് എഴുതുക എന്നതാണ്. പിന്നെ എഴുതുന്ന സമയത്ത് ഖിബലയിലേക്ക് മുന്നിട്ടിരിക്കുക, വുളുവോടുകൂടി എഴുതുക. അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങളും വിട്ട് എഴുതുക, ഹറക്കത്തിടാതെ എഴുതുക. നമ്മൾ മുഹറം മാസത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയില്ലേ 113 പ്രാവശ്യം, അത് എഴുതിയ രൂപത്തിൽ ഹറക്കത്തൊന്നും ഇടാതെ ഓരോ അക്ഷരം വേർതിരിച്ച് എഴുതുക. അങ്ങനെയൊക്കെ ഈ 6 ആയത്ത് മഹാനവകൾ തൻ്റെ മകനിക്ക് വേണ്ടി പാത്രത്തിൽ എഴുതി അത് വെള്ളം കൊണ്ട് മായ്ച്ചു കുടിപ്പിച്ചു എന്നാണ്. ഇനി അതുപോലെ അങ്ങനെ എഴുതലാണ് വേണ്ടത്. എഴുതാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഈ 6 ആയത്തുകൾ നമ്മൾ ഒരുപാട് വട്ടം ആവർത്തിച്ച് ഓതുകയും എന്നിട്ടൊരു വെള്ളത്തിലേക്ക് മന്ത്രിച്ച് നമ്മൾ കുടിക്കുകയും ചെയ്താൽ അതിൻ്റെ ഒരു പുണ്യം കിട്ടും. ഇത് ചെയ്യേണ്ടത് എന്താണ്? ഒരു പാത്രത്തിൽ എഴുതി കുടിക്കലാണ്. അള്ളാഹു തൗഫീക്ക് തരുമാറാവട്ടെ. ഇത് വെറുതെ ഓതാനെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ലേ. അതുകൊണ്ട് വെറുതെ ഒന്ന് ഓതാനെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആൻ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ ഖൈറാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമുക്ക് വലിയ ഷർറായി മാറും. ഖുർആൻ നമുക്ക് ദാരിദ്ര്യം കൊണ്ടുവന്ന് തരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖുർആനിനോട് പാലിക്കേണ്ട ഒരു 10 മര്യാദ ഓടിച്ച് പറയാം. നമുക്കൊക്കെ അറിയാവുന്നതാണ്. എടുക്കുമ്പോൾ എപ്പോഴും വലത് കൈ കൊണ്ട് എടുക്കുക. ഖുർആൻ വെക്കുന്ന സമയത്തും വലത് കൈ കൊണ്ട് വെക്കുക. എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഖുർആൻ വലത് കൈ കൊണ്ടാവുക. രണ്ടാമത്തേത് വുദുവോടുകൂടി വേണം ഖുർആൻ എടുക്കാൻ, അല്ലേ? ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. അതായത് ശുദ്ധിയുള്ള ആളുകൾ മാത്രമേ വിശുദ്ധമായ ഖുർആൻ തൊടാവൂ. ശുദ്ധി അതായത് വുദുവുള്ള ആളുകൾക്ക് മാത്രം. ഇനി ചെറിയ കുട്ടികൾ അവർക്ക് പഠിക്കാൻ വേണ്ടി നമുക്ക് ഖുർആൻ അവർക്ക് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് എന്ത് ചെയ്യാം? വുളു ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കാനും അതുപോലെ ഓതാനൊക്കെ പറ്റും. അതല്ലാതെ മുതിർന്നവർക്കൊക്കെ വുളു വേണ്ടതാണ്. മൂന്നാമത്തേത്, എപ്പോഴും ഉയർന്ന സ്ഥലത്തായിരിക്കണം ഖുർആൻ വെക്കേണ്ടത്. എപ്പോഴും താഴെ നമ്മൾ സാധാ പത്രം വെക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചില മാഗസിനുകളിൽ നമ്മൾ വെക്കുന്നത് പോലെയൊന്നും അങ്ങനെ അശ്രദ്ധമായി വെക്കാനുള്ള, എപ്പോഴും ഒരു തട്ടിൻ്റെ മുകളിലായിരിക്കണം, ഉയർന്ന സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഖുർആനിൻ്റെ മുകളിൽ ഖുർആൻ അല്ലാതെ വേറെ ഒരൊറ്റ വസ്തു വെക്കാൻ പാടില്ല. ഖുർആന്റെ മുമ്പിൽ മൗലിദ് കിതാബും വെക്കരുത്, പത്രം വെക്കരുത്, പേന വെക്കരുത്, ഫോൺ വെക്കരുത്. ചിലപ്പോൾ തെസ്ബിമാലയല്ലേ, പറ്റൂല. പറ്റൂല. തെസ്ബിമാലയും വെക്കണ്ട, ഒന്നും കൗണ്ടറും വെക്കണ്ട. ഖുർആനിൻ്റെ മുകളിൽ എന്തെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ അത് വേറെ ഖുർആനാണ്, മറ്റൊരു ഖുർആൻ. അതല്ലാതെ വേറെ ഒരൊറ്റ വസ്തു വെക്കാൻ പാടില്ല. അത് അതിനോട് കാണിക്കുന്ന മര്യാദയാണ്, അദബാണ്. പിന്നെ ഖുർആൻ വെക്കുമ്പോൾ തന്നെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ മുകളിൽ വരുന്ന രൂപത്തിൽ വേണം വെക്കാൻ. നമുക്കങ്ങനെ അറിയാലോ, അത് മറിച്ച് വെക്കരുത്. ഖുർആൻ എപ്പോഴും സൂറത്തുൽ ഫാത്തിഹ തുറക്കുമ്പോൾ തന്നെ സൂറത്തുൽ ഫാത്തിഹ കാണുന്ന രൂപത്തിലായിരിക്കണം ഖുർആൻ വെക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട 5-മത്തെ കാര്യമാണ്, 4-മത്തെ കാര്യം, ഖുർആനിന് മുമ്പിൽ ഉണ്ട് എങ്കിൽ കാലങ്ങോട്ട് നീട്ടരുത്. അത് ഖുർആനോട് കാണിക്കുന്ന അപമര്യാദയാണ്. കിബിലയിലേക്ക് കാല് നീട്ടാമോ? കിബിലയിലേക്ക് കാല് നീട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കിബിലയിലേക്ക് കാല് നീട്ടി വെക്കുക, അങ്ങനെ കിടക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഖുർആൻ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഖുർആനിൻ്റെ നേരെ കാല് നീട്ടാൻ പാടില്ല. 5-മത്തേത്, അരക്ക് താഴേക്ക് ഖുർആൻ ചില ആളുകൾ ഖുർആൻ ഇങ്ങനെ രജിസ്റ്റർ ബുക്ക് പിടിക്കുന്നത് പോലെ ഇങ്ങനെ പിടിച്ച് തൂക്കി കൊണ്ടുപോകുന്നത് കാണാം. ഖുർആൻ ഷെൽഫിൽ നിന്ന് ഇടത് കൈ കൊണ്ട് എടുക്കും, എന്നിട്ടോ അതിങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് താഴെ ഇങ്ങനെ പോകും. രജിസ്റ്റർ ബുക്ക്, നമ്മൾ ഹാജർ ബുക്കൊക്കെ കൊണ്ടുപോകുന്നത് പോലെ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. താഴേക്ക് വെക്കാൻ പാടില്ല, തൂക്കിക്കൊണ്ട് നടക്കാൻ പാടില്ല. എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കും, ഇങ്ങനെ പിടിക്കണം, അല്ലെങ്കിൽ ഉയർത്തി പിടിക്കണം, നെഞ്ചിൻ്റെ ഭാഗത്ത് വരണം. ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് അങ്ങനെ കാണിക്കരുത്. അതുപോലെ 6-മതായി ശ്രദ്ധിക്കേണ്ടത്, ഖുർആൻ മറിക്കുമ്പോൾ ഈ തുപ്പുനീര് തൊട്ടിട്ട് മറിക്കുന്ന പരിപാടി അത് വേണ്ട. ഒരിക്കലും നമ്മുടെ ഉമിനീര് ഖുർആനിൽ നമ്മൾ ചിലപ്പോൾ ഓതുന്ന സമയത്തൊന്ന് ചിലപ്പോൾ 1-2 തുപ്പിലൊക്കെ തെറിക്കും. അത് അഫു ചെയ്യപ്പെടും, മാപ്പ് ചെയ്യപ്പെടും. അതല്ലാതെ ഉമിനീരെടുത്ത് നമ്മൾ ഈ പേജ് മറിക്കാൻ നിൽക്കരുത്. ഖുർആനാണ്
അപ്പോൾ എങ്ങനെ മറിക്കും? നമ്മൾ ഈ മുകളിൽ നിന്നിങ്ങനെ ഖുർആൻ്റെ പേജ് ഉണ്ട്, മുകളിൽ നിന്ന് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു തോണ്ടി അതിങ്ങനെ ഓരോ പേജ് ഇങ്ങനെ വരും, അങ്ങനെ നമുക്ക് മറിക്കാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു പേജ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തിരുമിയാൽ ഓരോ പേജായിട്ട് മറിഞ്ഞു വരും. അതല്ലാതെ തുപ്പുനീര് വെച്ചിട്ട് എടുക്കാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിൻ്റെ ഇടയിൽ പേന, ഫോണ്, ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം, തസ്ബി ഒന്നും വെക്കരുത്. ഖുർആനിൻ്റെ ഇടയിൽ വെക്കാൻ ഉണ്ടെങ്കിൽ അത് ഒരു നൂലുണ്ടാകും, ഒരു മഞ്ഞ പച്ചയൊക്കെ നൂല്, ആ നൂല് മാത്രം അടയാളത്തിന് വെക്കാം. അതല്ലാതെ ഖുർആൻ്റെ പേജ് പോലും ഈ മടക്കി വെക്കാൻ പാടില്ല. ഇതൊക്കെ തനിച്ച ഹറാമാണ് എന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ സൂക്ഷിക്കൽ നമുക്ക് നിർബന്ധമാണ്, അങ്ങനെ തന്നെ പറയണം. സൂക്ഷിക്കൽ നിർബന്ധമാണ്. കാരണം ഖുർആനോട് ഇതുപോലുള്ള അപമര്യാദയായ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമാണ്. ഏഴാമത്തേത്, ഖുർആൻ തുറന്നിട്ട് സംസാരിക്കരുത്. ഖുർആൻ തുറന്ന് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് വളുരിബ് ലഹും, അല്ലേ, യാസീനൊക്കെ ഓതിക്കൊണ്ടിരിക്കും, വളുരിബ് ലഹും മസലൻ അസുഹാബൽ, അപ്പോൾ ഞാൻ ഒഴാരോ എന്താണ് വിശേഷം, ഖുർആൻ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാ. അങ്ങനെയല്ല, ആരെങ്കിലുമൊക്കെ വരുമോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഖുർആൻ മടക്കി വെക്കുക, മടക്കി വെച്ചിട്ട് വേണം സംസാരിക്കാൻ. അങ്ങനെ സംസാരിച്ച് അയാൾ പോയി കഴിഞ്ഞ് പിന്നെ ഖുർആൻ തുറന്നിട്ട് അഊദും ബിസ്മിയും ഓതിയിട്ട് വേണം പിന്നെ ബാക്കി നമ്മൾ ഓതാൻ. ഇനി എട്ടാമത്തേത്, വെറുതെ നോക്കിയിരിക്കുക, ഖുർആനിലേക്ക് വെറുതെ നോക്കിയിരിക്കുക. അതുപോലെ തന്നെ കഅബയിലേക്ക് വെറുതെ നോക്കിയിരിക്കുക, മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുക, ഖുർആനിലേക്ക് നോക്കിയിരിക്കുക. പ്രത്യേകം നല്ലതാണ്, ഒരുപാട് നന്മകൾ നമുക്ക് കിട്ടുന്നതാണ്. ഒമ്പതാമത്തേത്, ഖുർആൻ എപ്പോഴും ഒരു സുരക്ഷിതമായ സ്ഥലത്ത് വേണം വെക്കാൻ. അടുക്കളയിൽ ഖുർആൻ കൊണ്ടുപോയി വെക്കരുത്. അതുപോലെ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയി ഖുർആൻ വെക്കും. സുരക്ഷിതമായ സ്ഥലമാണെങ്കിൽ വെക്കാം, പക്ഷേ കുട്ടികളൊക്കെ എടുക്കാതിരിക്കാനാണെങ്കിൽ നമുക്ക് വെക്കാം. പക്ഷെ നനയാൻ സാധ്യതയുള്ള, കത്തിപ്പോവാൻ സാധ്യതയുള്ള, ചിതലരിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തൊന്നും കൊണ്ടുപോയി ഖുർആൻ വെക്കരുത്. 10, കേടുവന്നാൽ പരമാവധി ശരിയാക്കുക. ഖുർആൻ ഒരു ഭാഗം കീറിപ്പോയി, നമ്മൾ ഈ സെല്ലോ ടോപ്പൊക്കെ വെച്ചൊന്ന് ഒട്ടിക്കുക. ഒരു പേജ് കീറിയെന്ന് പറഞ്ഞാൽ ഖുർആൻ എടുത്ത് മാറ്റേണ്ട കാര്യമില്ല. എവിടെയെങ്കിലും പേജ് വിട്ടുപോയി, ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ ഒട്ടിക്കുക. ഖുർആനിനെ ഒന്ന് പരിപാലിക്കുക, അതിന് വലിയൊരു പുണ്യമാണ്. പിന്നെ ഇനി നമുക്ക് ഒരിക്കലും ഓതാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഖുർആൻ ഇങ്ങനെ മാറിയെങ്കിൽ, കുതിർന്നു പോയി, കത്തിപ്പോയി എങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് വൃത്തിയുള്ള സ്ഥലത്ത് അതൊന്ന് കത്തിച്ച് അതിൻ്റെ ചാരം ശുദ്ധിയുള്ള വെള്ളത്തിൽ ഒഴുക്കലാണ് വേണ്ടത്. ഖുർആനോട് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ 10 കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ വിശുദ്ധമായ ഖുർആനിലെ 6 പ്രധാനപ്പെട്ട ചില ഷിഫാഇൻ്റെ ആയത്തുകൾ, ഏത് രോഗത്തിനും ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ ആയത്തുകളൊക്കെ ഓതിയിട്ട് നമുക്കിങ്ങനെ മന്ത്രിച്ച് വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് വെറുതെ ഓതാം. അതുപോലെ ഇത് എഴുതി നമുക്ക് അത് മായ്ച്ച് നമുക്ക് വെള്ളം കുടിക്കാം. അതൊക്കെ വലിയ മഹത്തുക്കളൊക്കെ ചെയ്ത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തരും അവരുടെ കിതാബുകളിൽ വെച്ച് എഴുതി നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിനോടുള്ള മര്യാദകളൊക്കെ പാലിക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. എല്ലാവിധ ഖൈറും അല്ലാഹു നമുക്ക് ജീവിതത്തിൽ നൽകട്ടെ, എല്ലാവിധ സമാധാനവും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.